നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരിക്കൽ ജനങ്ങളുടെ കലയും ആഘോഷങ്ങളും സമ്മേളനങ്ങളും നിറഞ്ഞിരുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു. ഇന്നത് പൂട്ടിയിട്ട വാതിലുകളും പൂർത്തിയാകാത്ത നിർമ്മാണവും മാത്രം ബാക്കിയാക്കി നിശബ്ദമായി നിൽക്കുകയാണ്. പറഞ്ഞു വന്നത് ആറ്റിങ്ങൽ ടൗൺ ഹാളിനെ കുറിച്ചാണ്. കാണാം എത്ര പണിതിട്ടും തീരാത്ത ആ ടൗൺ ഹാൾ. ഈ കാണുന്നതാണ് ആറ്റിങ്ങൽ ടൗൺ ഹാള്. ആറ്റിങ്ങലിന്റെ തന്നെ ഹൃദയഭാഗത്തുള്ള ഒരു ഹാളായിരുന്നു ഇത്. വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റുമായി നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഹാള് കൂടിയായിരുന്നു ഇത്. 2017 ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൃത്യം ഒരു വർഷം കൊണ്ട്, അതായത് 2018 അവസാനത്തോടു കൂടി തന്നെ ഇതിന്റെ പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2018, 19, 20 ഒക്കെ കഴിഞ്ഞ് 2025 അവസാനിക്കാൻ പോകുകയാണ്. പക്ഷേ ഈ ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ പണി മാത്രം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. 2017 ആരംഭിച്ച ടൗൺ ഹാളിന്റെ നവീകരണം നിലച്ചിട്ട് 8 വർഷങ്ങൾ പിന്നിടുകയാണ്. സാധാരണക്കാരൻ തുച്ഛമായ നിരക്കിൽ ആശ്രയിച്ചിരുന്ന ടൗൺ ഹാൾ കൂടിയായിരുന്നു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ കെട്ടിടം. സാധാരണക്കാരൻ്റെ സ്വപ്നവും അഭിലാഷവും ഒക്കെയാണ് തൻ്റെ മക്കളുടെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയമാണ്. വളരെ ചെറിയ ചിലവിൽ വാടകയ്ക്ക് എടുത്ത് കല്യാണവും മറ്റും നടത്താൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമായിരുന്നു. അപ്പോൾ നിലവിലത് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് വളരെ ഖേദകരമാണ്. ഇത്രയും വർഷമായിട്ടും പകുതിയോളം പണികൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കാനായത്. 5 കോടി രൂപയിൽ തുടങ്ങിയ പദ്ധതി ഇന്നിപ്പോൾ 5-5.5 കോടി ചെലവഴിച്ചു. ഇനിയും 3.5 കോടി വേണമെന്നാണ് പറയുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ കൺസൾട്ടിംഗ് ഫീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 35 ലക്ഷം രൂപയാണ് KSEBക്ക് കൊടുത്തിട്ടുള്ളത്. പാർക്കിങ്ങിനുള്ള സൗകര്യക്കുറവായിരുന്നു മുൻപ് നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം. ഇത് പരിഹരിക്കുന്നതിനും അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നതിനുമാണ് 2017 കൗൺസിൽ തീരുമാനിച്ചത്. 4 കോടിയിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയത്. മുനിസിപ്പൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തുക വായ്പയെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. KSEBയുടെ പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. തുടക്കം മുതൽ പണി ഇഴഞ്ഞു നീങ്ങി. നിലവിൽ പണി നടക്കാത്തതിനെ തുടർന്ന് കെട്ടിടത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. ഈ അടുത്ത കാലത്താണ് ഒരു സെക്യൂരിറ്റിയെ തന്നെ നിയമിക്കാൻ ഇടയായത്. അതിനു മുമ്പ് വളരെ വലിയ അളവിൽ വലിയ സാമൂഹിക വിരുദ്ധരുടെ ശല്യം മാത്രമല്ല, മദ്യപാനികൾ മാത്രമല്ല, മറ്റു പല അട്രോസിറ്റീസ് കൂടെ ഉണ്ടായിരുന്നു. അതേസമയം ടൗൺ ഹാളിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുമെന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പുതിയ കരാർ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. കോടികൾ ഇത്ര മുടക്കിയിട്ടും വർഷങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും ആർക്കും വന്ന് കയറാമെന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് ആറ്റിങ്ങൽ ടൗൺ ഹാള്. എത്രയും വേഗം ആറ്റിങ്ങലിന്റെ അഭിമാന പദ്ധതിയായിരുന്ന ഈ ടൗൺ ഹാളിനെ തിരികെ പഴയപടിയാക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്പന്ദന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.